ഏറ്റവും വലിയ കാരുണ്യം വർഷിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരൊറ്റ കാര്യമാണ്. ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഇത്രയും കാലം നിങ്ങൾക്ക് ദീന് പഠിപ്പിച്ച് പറഞ്ഞു തന്നതിന്റെ പേരിൽ പ്രത്യുപകാരം ഒന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. ഒരൊറ്റ കാര്യം നിങ്ങളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. അതിന്റെ ഒരു തഫ്സീറാണ്, എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണം. സഹോദരങ്ങളെ, വിദേഹത്തുകാര് പറയുന്നത് അങ്ങനെ ഒരു കുടുംബല്ല എന്നാണ്. അള്ളാഹു അവരെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവരെ ഷർറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബം എന്ന് പറഞ്ഞ പ്രത്യേക കുടുംബമൊന്നുമില്ല. എല്ലാരും തങ്ങന്മാരാണ്, എല്ലാരും അഹ്ലു ബൈത്താണ് എന്നാണ് വിവരം കുറഞ്ഞ ആൾക്കാര് പറയുന്നത്. അതേ സമയത്ത് നേരത്തെ വിദേഹത്തുകാരിൽപ്പെട്ട വേറൊരു കൂട്ടരുണ്ടായിരുന്നു. അവര് എഴുതി വെച്ചത് ഇപ്പോഴും കാണാം. തങ്ങന്മാര് എന്ന് പറയുന്ന സമൂഹം, അഹ്ലു ബൈത്ത് എന്നുള്ള സമൂഹം ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദായതോടുകൂടെ അഹ്ലു ബൈത്തിന്റെ കണ്ണി അവസാനിച്ചു എന്ന് എഴുതി വെച്ചൊരു വിഭാഗമുണ്ടായിരുന്നു. സഹോദരങ്ങളെ, അത് തെറ്റാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദാകുമ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒരു മകനുണ്ട്. ആ മകന്റെ പേര് അലി എന്നാണ്. സ്വന്തം ബാപ്പയുടെ പേര് തന്നെ മോനിടുക എന്നൊരു സ്വഭാവം മുമ്പേ ഉണ്ട്. ഉപ്പാനെ അനുസ്മരിച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു മകനൊരു പേരിട്ടിട്ടുണ്ട്. ആ പേരാണ് അലി ഇബ്നുൽ ഹുസൈൻ. ആ പേരുള്ള തങ്ങളുട്ടി കർബലയിൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. രോഗം കാരണം വിശ്രമത്തിലായിരുന്നു. അതിലൂടെ സാദാത്തുക്കളുടെ പരമ്പര ലോകത്ത് എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ടേ. ആ സാദാത്തുക്കളിൽ തിളങ്ങുന്ന ഒരു മുത്ത്, ഒരു മാണിക്യ കല്ല്, ഒരു മഹാ അത്ഭുതം കുറിക്കുന്നൊരു നേതാവ് ആ സാദാത്തുക്കളെ പരമ്പരയിൽ ഇനി ലോകത്ത് വരാനുണ്ട്. അവരാണ് ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു. അവരെന്റെ പരമ്പരയിൽപ്പെട്ട ആളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിന്റെ കണ്ണികളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ്. അവര് ലോകത്ത് വരാനുള്ളവരാണ്. അതുകൊണ്ട് അഹ്ലു ബൈത്തിന്റെ പരമ്പര മുറിഞ്ഞിട്ടില്ല.